വയനാട് ജില്ലാ പഞ്ചായത്തിൽ UDFിലെ 2 സ്ഥാനാർത്ഥികൾ. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ലിൻഡോ കുര്യാക്കോസുമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെന്ന അവകാശവാദവുമായി മത്സരരംഗത്ത് വന്നത്. എന്നാൽ ഗൗതമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്നാണ് UDF നേതൃത്വം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 4 തവണയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാണ് ആക്ഷേപം. KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസാണ് ഇവിടെ സ്ഥാനാർത്ഥി. എന്നാൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ ലിൻഡോ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് അവതരിപ്പിച്ചു. ഇതിനു പിന്നാലെ UDF സ്ഥാനാർത്ഥി എന്നെഴുതിയ പോസ്റ്ററുകൾ ഇരുവിഭാഗവും പുറത്തിറക്കി. സംഭവം വിവാദമായതോടെ UDF നേതൃത്വം വാർത്താക്കുറിപ്പുമായി രംഗത്ത് വന്നു. ഗൗതം ഗോകുൽദാസാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന് അറിയിച്ചു. അതേസമയം വൈത്തിരി പഞ്ചായത്തിലെ തൈലക്കുന്നിൽ വോട്ട് ചോദിക്കാനെത്തിയ UDF സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെ തടഞ്ഞതായി പരാതി ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും UDF പുറത്തുവിട്ടു. നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഇവിടെ UDF വോട്ട് ചോദിക്കാൻ പാടില്ല, UDF ഇവിടെ കിടന്ന് നിരങ്ങാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ള ഭീഷണി ഞങ്ങൾക്ക് നേരെ ഉണ്ടായത്. LDF പ്രവർത്തകരാണ് തടഞ്ഞതെന്ന് ആരോപിച്ച UDF പോലീസിൽ പരാതി നൽകി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.